പറയുന്നത് നമ്മുടെയൊക്കെ പല്ലിലുണ്ടാവുന്ന കേടുകൾ അല്ലെങ്കിൽ കറകൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള 1-2 സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ പല്ലിൽ കേടുകളും കറകളൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോവുക, ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുക, അതൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള 2-3 സാധനങ്ങൾ വെച്ച് ഇത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം കേട്ടോ. പക്ഷേ അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഈ പല്ലിൽ കേടുകളും കറകളൊക്കെ വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഒന്നാമതായിട്ടുള്ള കാര്യം ഷുഗർഡ് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല, തീർത്തും ഒഴിവാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടത് പല്ല് തേക്കുന്നത് രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ടും തേക്കുക എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ പല്ല് തേക്കുന്നത് ഒരു 4 to 10 seconds ഒക്കെ മാത്രം തേച്ചതിന് ശേഷം അവസാനിപ്പിക്കും. പക്ഷേ പല്ല് തേക്കുമ്പോൾ മിനിമം 2 മിനിറ്റെങ്കിലും എടുത്തതിന് ശേഷം മാത്രം പല്ല് തേക്കുക, അതും നന്നായിട്ട് തന്നെ തേക്കുക. അതുകൂടാതെ നമ്മൾ എപ്പോഴെല്ലാം ഭക്ഷണം കഴിക്കുന്നോ അപ്പോഴൊക്കെ വായ നന്നായിട്ട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ വായ നന്നായിട്ട് കുലുക്കൊഴിഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കുക. എപ്പോഴും നമുക്ക് ബ്രഷ് ചെയ്യാൻ പറ്റില്ലല്ലോ, പക്ഷേ കുലുക്കൊഴിഞ്ഞ് വായ നല്ല ഫ്രഷ് ആക്കി വയ്ക്കുക. രാവിലെയും വൈകിട്ടും മസ്റ്റായിട്ട് തന്നെ പല്ലും തേക്കുക, 2 മിനിറ്റോളം പല്ല് തേക്കുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് കേടും കറകളൊന്നും വരാതിരിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി അഥവാ വന്നിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് മാറ്റാനുള്ള ടിപ്പ് പറഞ്ഞുതരാം. ടിപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബറിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ മറക്കാതെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ടിപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഒരു ചെറിയ പീസ് എടുത്തിട്ട് അത് നന്നായിട്ട് ഇടിച്ചെടുക്കുക. അതിലേക്ക് 1/2 സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി പൊടി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ഒരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമ്മൾ ഏത് ബ്രഷാണോ പല്ല് തേക്കാൻ എടുക്കുന്നത് ആ ബ്രഷിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റും കൂടി അപ്ലൈ ചെയ്തതിന് ശേഷം ഈ മിക്സ് നമ്മുടെ ബ്രഷിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പല്ല് തേക്കാവുന്നതാണ് കേട്ടോ. 2 മിനിറ്റ് മസ്റ്റായിട്ട് ഇത് തേക്കണം. അതുപോലെ രാവിലെ വൈകിട്ടും ഇത് അപ്ലൈ ചെയ്യുക. ഒരു 7 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പാടുകളും കറകളും എല്ലാം മാറി കിട്ടുന്നതാണ് കേട്ടോ. പല്ലിന് നല്ല വെള്ളം കളറും വരുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.